ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പാർലമെൻറ്റാണെന്നറിയാമല്ലോ. എന്നാൽ ഈ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നത് ആരാണ്? അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാര്യനിർവഹണ വിഭാഗം എന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തെക്കുറിച്ചിട്ടാണ്. നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രധാന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഭരണാധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെങ്കിലും അത് വിനിയോഗിക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. ഇനി കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കാം. കാര്യനിർവഹണ വിഭാഗം രണ്ട് തരത്തിലുണ്ട്. ആദ്യത്തെയാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഇതിൽ ഉൾപ്പെടുന്നവർ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവ. അതിൽ തന്നെ വരുന്നതാണ് നാമമാത്ര എക്സിക്യൂട്ടീവും യഥാർത്ഥ എക്സിക്യൂട്ടീവും. നാമമാത്ര എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്, ഭരണഘടനാപരമായ തലവൻ. യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയും ഉൾപ്പെടുന്നതാണ്. യഥാർത്ഥ ഭരണാധികാരം കൈയാളുന്നത് ഇവരാണ്. ഇനി രണ്ടാമത്തെയാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദം, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട രണ്ട് വിഭാഗമാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗവും സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് നാമമാത്ര എക്സിക്യൂട്ടീവും യഥാർത്ഥ എക്സിക്യൂട്ടീവും എന്നുള്ളത്. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച് ഡീറ്റെയിലായി നോക്കാം. ആദ്യത്തെയാണ് രാഷ്ട്രപതി. ഇന്ത്യയുടെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. യോഗ്യത എന്ന് പറയുന്നത് 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരനായിരിക്കണം രാഷ്ട്രപതി എന്ന് പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരിക്കണം? പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ് 5 വർഷത്തേക്ക് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. പ്രധാന ചുമതലകൾ പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രി, മന്ത്രിമാർ, ജഡ്ജിമാർ, ഗവർണർമാർ എന്നിവരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ചുമതലകൾ എന്ന് പറയുന്നത്. കൂടാതെ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതി ചുമതല നിർവഹിക്കുന്നതുമാണ്. ഇനി നമുക്ക് പ്രധാനമന്ത്രിയുടെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഭരണത്തലവനും ലോകസഭയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. മന്ത്രിസഭ രൂപീകരിക്കുക, മന്ത്രിമാരെ നിശ്ചയിക്കുക, വകുപ്പുകൾ മാറ്റുക എന്നിവ പ്രധാനമന്ത്രിയുടെ അധികാരമാണ്. രാഷ്ട്രപതിക്കും പാർലമെൻറ്റിനും മന്ത്രിസഭയ്ക്കും ഇടയിലെ പ്രധാന കണ്ണിയായി പ്രവർത്തിക്കുന്നു. ലോകസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടാൽ 5 വർഷ കാലാവധിക്ക് മുൻപും രാജി സമർപ്പിക്കേണ്ടി വരും. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 79-ൽ മന്ത്രിസഭയുടെ പ്രധാന ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെയാണ് രാജ്യഭരണം കാര്യക്ഷമമായി നിർവഹിക്കുക, ക്ഷേമപ്രവർത്തനങ്ങളും വിദേശ ബന്ധങ്ങളും കൈകാര്യം ചെയ്യുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഗവൺമെൻറ് വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസുകളും തയ്യാറാക്കുക, നിയമനിർമ്മാണത്തിന് നേതൃത്വം നൽകുക. ഇതുവരെ നമ്മൾ നോക്കിയത് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് വിഭാഗത്തെക്കുറിച്ചിട്ടാണ്. ഇനി രണ്ടാമത്തെ ഭാഗമായ സ്ഥിരം എക്സിക്യൂട്ടീവ് എന്താണെന്ന് നോക്കാം നമുക്ക്. ആരൊക്കെയാണ് സ്ഥിരം കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ്. ഇനി തിരഞ്ഞെടുപ്പ് മത്സര പരീക്ഷകളിലൂടെയും യോഗ്യതയുടെ അടിസ്ഥാനത്തിലുമാണ് നിയമിക്കപ്പെടുന്നത്. രാഷ്ട്രീയക്കാർ 5 വർഷം കഴിയുമ്പോൾ മാറുന്നു. എന്നാൽ ഇവർ നിശ്ചിത വിരമിക്കൽ പ്രായം വരെ സർവീസിൽ തുടരുകയും ചെയ്യുന്നു. അതിനാലാണ് ഇവരെ സ്ഥിരം കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ മൂന്നാമത്തെ വിഭാഗമായ നീതിന്യായ വിഭാഗത്തെക്കുറിച്ച് ഡീറ്റെയിലായി പഠിക്കാം.